ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് വളരെ ഹാപ്പിയാണ് ഞാൻ. ഏകദേശം നമ്മളെ ചാനൽ 1K അടിച്ചിട്ട് കേട്ടോ. കുറേ നാളത്തെ നമ്മളെ അധ്വാനമാണ്. അതിൻ്റെ ഇടയിൽ കുറേ കാലം എനിക്ക് ഇതൊന്ന് ബ്രേക്ക് എടുക്കണമായിരുന്നു. യൂട്യൂബിൽ കുറേ കാലം എനിക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു, കുറേ ഇഷ്യൂസ് ആയിട്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മളെ ബേഡ്സിൻ്റെ കാര്യങ്ങളും എൻ്റെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാലം ബ്രേക്ക് എടുക്കണമായിരുന്നു. ആ സമയത്ത് വളരെ നന്നായിട്ട് നമുക്ക് സബ് കയറിയിരുന്നത് കേട്ടോ. അപ്പം അതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക് എടുക്കേണ്ടി വന്നത്. അപ്പം വളരെ ഒരു 7 മാസം ഞാൻ ബ്രേക്ക് എടുത്തു ഈ യൂട്യൂബിൽ നിന്ന്. അതിനുശേഷം പിന്നെ രണ്ടാമതാണ് വന്നത്. അതിനുശേഷം നല്ല സബ് നന്നായിട്ട് കയറുന്നുണ്ടായിരുന്നു. എല്ലാവരും സപ്പോർട്ടിങ്ങും എനിക്ക് ഞാൻ വിചാരിച്ചതിനൊക്കെ മേലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അതിനൊക്കെ വളരെ എന്താ പറയുക, എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇനി എന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങൾ ഇതുവരെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങോട്ടുണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നതെന്ന് വെച്ചാൽ, നമ്മളെ ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ ഡൗട്ടുള്ളൊരു കാര്യമാണ് ബ്രീഡിംഗ് പേഴ്സ് വാങ്ങണോ അല്ലെങ്കിൽ നമ്മളെ അഡൽറ്റ് പേഴ്സ് വാങ്ങണോ എന്ന് കേട്ടോ. ഏറ്റവും കൂടുതൽ പേര് പോയി ചാടുന്നതും ആ ഒരു കേസിനാണ്, ചതിയിലാണ്. അപ്പം ഏത് വാങ്ങണം, ബ്രീഡിംഗ് പേഴ്സ് ഓർ അഡൽറ്റ്? അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കേട്ടോ, എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എല്ലാവരും തന്നെ ചൂസ് ചെയ്യുന്നത് ബ്രീഡിംഗ് പേഴ്സിനാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എല്ലാവർക്കും ബ്രീഡിംഗ് പേഴ്സ് മതി. അപ്പം എന്നെ സംബന്ധിച്ചിട്ടും ഞാൻ ആദ്യ സമയങ്ങളിൽ ഫുൾ ബ്രീഡിംഗ് പേഴ്സിനാണ് നിർത്തിയത്. സണ്ണായിക്കോട്ടെ, അതേപോലെ തന്നെ എൻ്റെ ഫിഞ്ചസുകൾ വെറൈറ്റീസ് ആയിക്കോട്ടെ, ചോബജീസിൻ്റെ വെറൈറ്റീസ് ആയിക്കോട്ടെ, ഹെലികോപ്റ്റേഴ്സിൻ്റെ ആയിക്കോട്ടെ, ഒക്കെ ഞാൻ ബ്രീഡിംഗ് പേഴ്സിന് നിർത്തിയത്. അപ്പോൾ എൻ്റെ നിയമത്തിൽ എന്താ അറിയോ, അവിടെ മുട്ടയിട്ടിരിക്കുന്ന ബേഡ്സ് ഇവിടെ നിന്നാൽ തന്നെ അപ്പം തന്നെ എഗ് ചെയ്യുമല്ലോ. അപ്പം ആ ഒരു നിലപാടായിരുന്നു എൻ്റെത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മാക്സിമം ബ്രീഡിംഗ് പേഴ്സിനെ കളക്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഹെലികോപ്റ്ററും സണ്ണും അതൊക്കെ ഞാൻ ബ്രീഡിംഗ് പേഴ്സിന് മാത്രമായിട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബ്രീഡിംഗ് പേഴ്സ് ഫസ്റ്റ് ടൈം ഒരു നിൽക്കുന്ന. അപ്പോൾ ഞാൻ ബ്രീഡിംഗ് പേഴ്സിന് അറിയാമല്ലോ, ടോട്ടൽ നമുക്ക് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അഡൽറ്റിനെ സംബന്ധിച്ചിട്ട് ബ്രീഡിംഗ് പേഴ്സിന് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് റേറ്റ് പറഞ്ഞുതരാം. ഏകദേശം ഹെലികോപ്റ്ററിൻ്റെ കാര്യം പറയാം കേട്ടോ. അപ്പോൾ ഹെലികോപ്റ്ററിനെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അഡൽറ്റ് പേരിന് അന്ന് ഏകദേശം ഒരു 6.7 റേഞ്ചിലായിരുന്നു. ബ്രീഡിംഗ് പേഴ്സിന് 12 റുപ്യ ഉണ്ടായിരുന്നു. അത്രയും ഡിഫറെൻ്റ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതായത് അഡൽറ്റ് മീൻസ് ഒരു 4 മാസം 5 മാസം ആയത് ഇവർ 6 മാസം 7 മാസത്തോളം മെച്ചൂറാവും. 7 മാസത്തിൽ 8 മാസം കൊണ്ട് ബ്രീഡിങ് തുടങ്ങാം. കൃത്യം പറയുന്ന ഒരു 9 മാസം 10 മാസം കൊണ്ട് നമുക്ക് ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ തുടങ്ങാം. എഗ്ഗിങ് തുടങ്ങും വരും. അപ്പോൾ ഞാൻ അന്ന് വാങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു 12 റുപ്യക്കാണ് ഞാൻ എന്ത് ചെയ്തത് ഹെലികോപ്റ്റേഴ്സിന് വാങ്ങുന്നത്. ഞാൻ ഇവർ വന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് കൂടുതലിട്ട്, അപ്പോൾ അവിടെ എഗ്ഗ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടത്. അങ്ങനെ ആ ബേഡ് എനിക്ക് എഗ്ഗ് ചെയ്ത് കിട്ടുന്നത് ഒരു വർഷം ഇപ്പറാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആ ബേഡ് എനിക്ക് എഗ്ഗ് ചെയ്ത് കിട്ടുന്നത്. അതുവരെ ആ ബേഡ് എഗ്ഗ് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ കൂട് മാറ്റും, വലിയ കേജിലേക്കിടും, പിന്നെ ചെറിയ കേജിലേക്കിടും, വലിയ കേജിലേക്കിടും, ചെറിയ കേജിലേക്കിടും, അങ്ങനെ മാറ്റി അവസാനം കേജ് ചെറുതായി കൊണ്ടുവന്നിട്ട് ചെറിയ കേജിൽ അവസാനം ഒരു കേജിൽ ഒരു എഗ്ഗ് ചെയ്ത് ബോക്സ് വെച്ചിട്ട് ഒരു കേജിൽ. അതെനിക്ക് കൃത്യം പറയുകയാണെങ്കിൽ ഞാൻ ഫെബ്രുവരി മേടിച്ചിട്ട് പിറ്റത്തെ വർഷം ഫെബ്രുവരിയിലാണ് എനിക്ക് ഫസ്റ്റ് എഗ്ഗ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നത്, ഞാനിത് പലർക്കും വിശ്വാസം ഉണ്ടാവില്ല, പക്ഷേ ഞാൻ ഈ ഒരു കേസ് തന്നെ എൻ്റെ ഒരു 10-15ഓളം ബ്രീഡേഴ്സിനോട് ചോദിച്ചു. അപ്പോൾ അവരും പറഞ്ഞത്, നീ എന്തിനും ബ്രീഡിംഗ് പെയർ മേടിച്ചു, കാരണം അവിടെ നിന്ന് വല്ല കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ മുട്ടടാത്തോ അല്ലെങ്കിൽ മുട്ട കഴിഞ്ഞോ ഏജ് ആയോ ബേഡിന് ഇതിനൊക്കെ വെച്ച് തന്നിട്ടുണ്ടാവുകയാണ്. പിന്നെ ഞാൻ ഇവരെ ഏജ് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ബേഡ് ഏജ് ഉള്ളതാണ് എനിക്ക് വന്നത്. എനിക്ക് വന്ന ഹെലികോപ്റ്റർ വെച്ചാൽ അത് ഏജുള്ള ബേഡായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ ജസ്റ്റ് സ്ഥലം മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ സൺകുനൂർസ് ഭയങ്കര ഇടങ്ങേറാണ് നമുക്ക് കേട്ടോ, ഒരു ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കുന്നവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ആ പോയിന്റിലേക്ക് തിരിച്ചുതരാം. അപ്പോൾ ഞാൻ അഡൽറ്റ് പേർ ഹെലികോപ്റ്ററിന് എടുത്ത് പറഞ്ഞല്ലോ. അതിന് ശേഷം ഞാൻ അതേപോലെ തന്നെ കോക്കറ്റെയിൽസിനെ എടുത്തിരുന്നു. അപ്പോൾ ആ കോക്കറ്റെയിൽസിന് സംഭവം എന്താ വെച്ചാൽ, ഒരു മുട്ടിടും, ബ്രീഡിംഗ് പേർ തന്നെയാണ്, എഗ്ഗ് ചെയ്യും. പക്ഷെ എന്താ വെച്ചാൽ എഗ്ഗ് കൊത്തി കുടിക്കുക, എഗ്ഗ് കൊത്തി പൊട്ടിക്കുക, എഗ്ഗ് കൊത്തി കുടിക്കുക, അങ്ങനെ ഒരു അവസ്ഥ വന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവർ രണ്ടാളും പേര് മാറ്റിയിട്ട്, മെയിലാണോ ഫീമെയിലാണോ കൊത്തി കുടിക്കുക നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവരെ പേര് മാറ്റിയിട്ട്, അപ്പം എന്താ പറയുക, അതിനുശേഷം ഒരു എഗ്ഗ് ചെയ്തു. പക്ഷേ മെയില് ഞാൻ മാറ്റിയിട്ട മെയിൽ എന്ത് ചെയ്ത് അത് പിന്നെ ഡെഡായിപ്പോയി. ഡെഡാവാൻ കാരണം വെച്ചാൽ അറ്റാക്കായിരുന്നു, അങ്ങനെ ഡെഡായിപ്പോയി. ഇതിന് ശേഷം വന്ന ഒരു സൺകുനൂർസ്. ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഏറ്റവും ഒരു ഡ്രീമായിരുന്നു ഒരു സൺകുനൂറിന് എടുക്കുക എന്നുള്ളത്.
അപ്പം ഭയങ്കര ഡ്രീമാണ്. കാരണം അത് നമ്മളെ കൊണ്ട് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു ബേഡ്സാണ് സൺകുനോസൊക്കെ തന്ന്. ഏകദേശം 48-50 55 റുപ്യേൻ്റെ ഒക്കെ മേലുണ്ട്. ഭയങ്കര ഡ്രീമാണ്. അതിനുശേഷം നമ്മൾ റേറ്റ് ഗണ്യമായി ഇടിഞ്ഞിടിഞ്ഞ് ഏകദേശം 17 രൂപ വരെ കൊടുക്കാൻ വേണ്ടി 17 റുപ്യ വരെ കിട്ടുന്നുണ്ട് കേട്ടോ സൺകുനോറ്. അതേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പം അത് വേറെ കാര്യം. അപ്പം ഞാൻ ആ സൺകുനോറെടുത്ത് വന്ന് ഇതേപോലെ എഗ് ചെയ്ത് സെയിം അതേപോലെ തന്നെ എഗ്ഗ് കൊത്തിപ്പൊട്ടിക്കുന്നു. ഫസ്റ്റ് ഒറ്റ എഗ് ചെയ്ത് ആ ഒറ്റ കൊത്തിപ്പൊട്ടിച്ച് പിന്നെ എഗ് ചെയ്തിട്ടേയില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഈ ബ്രീഡിംഗ് ബേസിന് എടുക്കുന്നവരെല്ലാവരും തന്നെ നേരിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രീഡേഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ ബ്രീഡേഴ്സിൻ്റെ പല ബ്രീഡേഴ്സും പറയും കൺഫേം ആണെങ്കിൽ മാത്രം നിങ്ങൾ ബ്രീഡിംഗ് ബേസിന് എടുക്കുക. അതായത് നിങ്ങൾ പോയി കണ്ടിട്ട് അതിന് ചിക്സ് ഇറങ്ങുന്നുണ്ട്, ചിക്സ് നോക്കുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബ്രീഡിംഗ് ബേസിന് എടുക്കുക. ഒരു ബ്രീഡിംഗ് ബേസ് മീൻസ് അതായത് ഒരു ബ്രീഡിംഗ് ബേസ് വെച്ചാൽ മുട്ടയിട്ട് ആ ഒരു പേരിനൊരിക്കും ബ്രീഡിംഗ് പേരെന്ന് ഇറങ്ങിയില്ല. അതിന് ചിക്ക് ഇറങ്ങിയിട്ട് ആ ചിക്കിന് നന്നായിട്ട് മെയിൻ ചെയ്ത് നല്ല വൃത്തിക്ക് ഫുഡ് കൊടുത്ത് ആ പേരൻസിനെ ഫീഡ് ചെയ്ത് പുറത്തിറക്കുന്നതിനാണ് ബ്രീഡിംഗ് പേസ് നമ്മൾ പറയാം. അല്ലാണ്ട് ഒരു പെയർ എഗ്ഗ് ചെയ്ത് 2 ഫീമെയിൽ ബേർഡ്സ് എഗ്ഗ് ചെയ്താലും ബ്രീഡിംഗ് പെയർ എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അത് ജസ്റ്റ് എഗ്ഗ് ചെയ്ത് നമുക്ക് പറയാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പം ആ ഒരു കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കാം. അപ്പം നിലവിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് ഓരോ വീഡിയോസ് ഇട്ടെന്നിട്ട് ഓരോരുത്തർ ചോദിക്കും ഏട്ടാ അതിൻ്റെ ബ്രീഡിംഗ് പെയർ എത്രയാണ്, എഗ്ഗ് ചെയ്യുന്ന പേരുണ്ടോ? എന്നോട് എല്ലാവരും ബ്രീഡിംഗ് പേസിൻ്റെ റേറ്റ് മാത്രമാണ് ചോദിക്കുന്നത്. അല്ലാണ്ട് ഒരു ഒട്ടുമ്പോൾ ആരും എന്നോട് അഡൽറ്റ് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ മനസ്സിലായി ഇതിന്ന് നമ്മളെ നിലവിലുള്ള ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ പിടുത്തല്ലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ബ്രീഡിംഗ് ബേസ് ആണെന്ന് ചോദിച്ചാൽ നല്ലതാണെന്ന് വെച്ചാൽ നിങ്ങൾ കൺഫേം പോയിട്ട് നിങ്ങളിങ്ങനെ കാണുകയാണ്, ചിക്സിനെ ഇറക്കിയിട്ട് കാണുകയാണ്, ചിക്സിന് പാരൻസ് ഫീഡ് ചെയ്ത് കാണുകയാണെങ്കിൽ, പാരൻസ് റേസ് ചെയ്താണ് പാരൻസ് ഫീഡ് ചെയ്ത് റേസ് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കുന്ന കയ്യിനെടുക്കാം. മറിച്ചിട്ട് ഇപ്പം നമ്മളൊക്കെ വെച്ചാൽ ഞാനൊക്കെ പുറമേ നിന്ന് ബേഡ്സിന് വാങ്ങുന്ന ആളാണ്. അപ്പോൾ എന്നോട് പറയുകയാണ് ഇത് ബ്രീഡിംഗ് ബേസാണ് ചിക്സിനെ ഇറക്കുകയെന്ന് വെച്ചാൽ വേറെ വീഡിയോ ഇട്ട് അയച്ചെന്നാൽ പോലും എനിക്ക് കണ്ട മനസ്സിലാവും. കാരണം റിംഗ് ഐ ഡി അല്ലെങ്കിൽ ആ ബേഡിനെ പിടിച്ച് റിംഗ് ഐ ഡി നോക്കേണ്ടി വരും. ആ റിംഗ് ഐ ഡി ഇതിനുള്ള ബേഡാണോ എനിക്ക് വന്നതെന്ന് അത് നോക്കേണ്ടി വരും. കണ്ണമാൻ അടി കിട്ടിയിട്ടുണ്ട് ഈ ഫീൽഡിൽ നിന്ന്. എനിക്കെന്നല്ല മിക്ക ആൾക്കാർക്ക് ഈ ഫീൽഡിൽ നിന്ന് കണ്ണമാൻ അടി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം അത് നമുക്ക് ഒരിക്കലും കൺഫേം ചെയ്യാൻ കഴിയില്ല. അതേപോലെ ബ്രീഡിംഗ് ബേസ് വന്നിട്ട് കുറേ എണ്ണം ഇപ്പോൾ എഗ് ചെയ്യാത്ത പേസുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ബ്രീഡിംഗ് ബേസ്. അപ്പം ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ബ്രീഡിംഗ് ബേസിന് എടുക്കാൻ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യൂല. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അടലെടുക്കാൻ പറഞ്ഞതിന് കാരണം കേട്ടോ. ഇതെൻ്റെ ഒരു പേര് സൺകുനോസാണ്. 2 സ്ഥലം, ഒരാൾ കണ്ണൂർ, ഒരാൾ എറണാകുളം. ഇവിടെ നിന്നാണ് വന്നത്. എറണാകുളം തൃശ്ശൂർ കേട്ടോ. ഫീമെയിൽ തൃശ്ശൂർ, മെയിൽ കണ്ണൂർ, അങ്ങനെ അവിടെ നിന്നാണ് വന്നത്. അപ്പം ഇത് കണ്ടില്ലേ, ഇവർ എഗ്ഗ് ചെയ്ത് റിസൾട്ട് ഉണ്ടായിരുന്നു, ചിക്സ് ഉണ്ടായിരുന്നു. ചിക്സ് ഡെഡായിപ്പോയി. എനിക്കൊന്നും ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെയും അതേപോലെ തന്നെ ഒരു ജനറ്റിക് ഇഷ്യൂ ചെയ്യുന്നു. ഒരു ചിക്കിന് ജനറ്റിക് ഇഷ്യൂ ചെയ്യുന്നു, മറ്റേതിന് ഒരു ക്ലൈമറ്റ് ഇഷ്യൂ ചെയ്യുന്നു കേട്ടോ ആണെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പം ഇവരെ നമ്മൾ ബ്രീഡിംഗ് ബേസ് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് റിസൾട്ട് തന്നിട്ടുണ്ട്. ഇതിന് ഞാൻ എടുത്തത് അഡൽറ്റാണ്. അഡൽറ്റ് പേരിനാണ് ഞാനിവിടെ എടുത്തത്. ഇവർ വന്നിട്ട് എനിക്ക് ഏകദേശം ഒരു 3.5-4 മാസം കൊണ്ട് തന്നെ എഗ്ഗ് ചെയ്ത് കേട്ടോ. 4 മാസം 5 മാസം 3.5 മാസം 4 മാസം ആ സമയത്ത് ഏജ് ആയിക്കുള്ളൂ. ഞാൻ എടുക്കുന്ന സമയത്ത് ഫീമെയിൽ 1.5 വയസ്സും കഴിഞ്ഞ് മെയിലിനും അതേപോലെ തന്നെ 1.5 വയസ്സ് കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വന്ന് 2 വർഷമായല്ലോ, 2 വർഷമായി നമുക്ക് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ എന്ത് ചെയ്ത് 2 വർഷം കണക്ക് കൂട്ടിയിട്ട് 2 വർഷത്തിന് മേലോടായപ്പോൾ ഞാൻ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തു. അത് റിസൾട്ട് കിട്ടി. കാരണം ബൈൻഡിങ് ഒക്കെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു. ദൈവം സഹായിച്ചിട്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇവരിത് സെറ്റായി. അതേപോലെ തന്നെ ഇവിടെ ഒരു പെയർ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ബ്രീഡിംഗ് പെയർ എടുത്താണ്, കണ്ണൂരിൽ നിന്ന് എടുത്താണ്. വന്നിട്ട് എത്ര മാസമായി എനിക്ക് പോലും അറിയില്ല. അത്യാവശ്യം നല്ല മാസമായി, നല്ല മന്തായിട്ടുണ്ട്. ഇതുവരെ ഒരു എഗ്ഗ് ചെയ്തിട്ടില്ല. ഇങ്ങനെ കേജ് കയറി കിടക്കും, നീറ്റ് പോകും, കേജ് കയറി കിടക്കും, നീറ്റ് പോകും എന്നല്ലാണ്ട് ഇതൊരു എഗ്ഗ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് തമ്മിൽ ഡിഫറെൻ്റ് അതാണ്. അതേപോലെ തന്നെ ആ ഒരു ക്ലൈമറ്റ് അവിടെ അത്രയും വൃത്തിക്ക് ജീവിച്ചിരുന്നൊരു ബേഡ് പെട്ടെന്ന് നമ്മൾ ക്ലൈമറ്റ് മാറുമ്പോൾ ചിലപ്പോൾ എഗ്ഗ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി കുറഞ്ഞ് വരുന്നത് കാണാറുണ്ട്, സാധാരണയായിട്ട് കാണാറുണ്ട്. പക്ഷേ മറിച്ച് അഡൽറ്റ് ആണെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്നാലും ആ സെയിം അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ആ സെയിം ക്ലൈമറ്റ് ആണെങ്കിലും വിഷയമല്ല. നമ്മൾ പെട്ടെന്ന് നമ്മളായിട്ട് ഇണങ്ങും. ബ്രീഡിംഗ് ബേസ് നമുക്ക് അഡൽറ്റ് നമുക്ക് വിശ്വാസമാണ്, എങ്ങനെ വന്നാലും എഗ്ഗ് ചെയ്യുന്നൊരു വിശ്വാസമാണ്. പിന്നെ ഈ ബ്രീഡിംഗ് ബേസ് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഒരു തവണ എഗ്ഗ് ചെയ്യും, ചിലപ്പോൾ എന്താ വെച്ചാൽ എഗ്ഗ് പൊട്ടിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ നോക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ കുട്ടികളെ കൊത്തിക്കൊല്ലുക, അങ്ങനത്തെ പലതരം വിഷയംസ് ഈ ബ്രീഡിംഗ് ബേസിലുണ്ടാവും. അപ്പോൾ ഈ ബ്രീഡിംഗ് ബേസിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിലവിൽ എൻ്റെ വേരീസിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചിക്സിനെ ഇറക്കി തരുന്നതും പെർഫെക്റ്റായി കുട്ടികളെ നോക്കുന്നതും പെർഫെക്റ്റ് എഗ്ഗ് ചെയ്യുന്ന ഒരു ബേഡിന് ഞാൻ കൊടുക്കില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല. പിന്നെ അല്ലെങ്കിൽ അതർവൈസ് ഞാൻ കൊടുക്കാനുള്ള ഒരേ ഒരു കാരണം വെച്ചാൽ എന്താ പറയുക,
എന്തെങ്കിലും എനിക്ക് ബേഡിനെ മാറ്റണം, ബേഡിനെ ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കൊടുക്കും. അപ്പോൾ ഞാൻ കൊടുക്കാറുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് അപ്പോൾ ഞാൻ ഓർത്ത് പറയും ഇന്നതാണ് വീഡിയോ, ഇന്നതാണ് റിങ്, ഇന്നതാണ് ബേഡ്, എനിക്ക് ഇത്ര ചിക്സിന് ഇറക്കി തന്നുള്ള ഫുൾ പ്രൂഫ് അവർക്ക് കൊടുത്തിട്ട് ശേഷം മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അല്ലാണ്ട് എൻ്റെ ഒരു ഒറ്റ എഗ്ഗ് വിരിഞ്ഞ് ഓക്കെ എൻ്റെ ബ്രീഡിംഗ് ബേസാണെന്ന് ഞാൻ ഒരാൾക്ക് കൊടുക്കാറില്ല. ഞാൻ ബ്രീഡിംഗ് ബേസാണ് ഒരിക്കലും കൊടുക്കാറില്ല. ഞാൻ പറയും എഗ്ഗ് ചെയ്തിട്ടുണ്ട്, എൻ്റെ എഗ്ഗ് ചെയ്തിട്ടുണ്ട്, ആ ഒരു പേരാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാറ്. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലായില്ലേ ഏത് എടുക്കണമെന്ന്, ചൂസ് ചെയ്യണമെന്ന്. ഇനിയിപ്പോൾ ഇതിനേക്കാൾ ഇതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ വളരെ ലെങ്ത് ആയി പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി, അതായത് അടുത്തൊരു പാർട്ടും കൂടി ഞാൻ ഈ സെയിം വീഡിയോ അഡൽറ്റ് വേണോ ബ്രീഡിംഗ് ബേസ് വേണോ അതിൽ കൃത്യമായിട്ടുള്ള നിങ്ങൾക്കുള്ള നിർവചനം അല്ലെങ്കിൽ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം ഏത് നിങ്ങൾ എടുക്കണം എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ കൃത്യമായി പറയുന്നതാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതാൻ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.